ജാഗ്രതയോടുകൂടി നിലപാട് സ്വീകരിക്കുകയും നിരവധിയായ പ്രതിഷേധ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും തുടക്കത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ രാജ്ഭവൻ മാർച്ച് വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഈ മാർച്ച് കേരളത്തിലും രാജ്യത്തും നടന്നു വരുന്ന വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നോടിയാണ് എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജനകീയ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഫെഡറേഷന്റെ ഭാരവാഹികളെയും നേതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ ഹാർദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പാർലമെന്റിലെ ചർച്ചകൾ തത്സമയ സംപ്രേക്ഷണത്തിലൂടെ കേട്ടവരാണ്, ശ്രദ്ധിച്ചവരാണ് നിങ്ങൾക്കറിയാം. 1900 അതിന്മേൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലില്ല. മാത്രവുമല്ല, ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി ഞങ്ങൾ പാർലമെന്റിൽ ചർച്ചയിൽ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതാണ്. ആ വഖഫ് ബോർഡിലേക്കും സംസ്ഥാനാടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന വഖഫ് ബോർഡിലേക്കും അതുപോലെ ദേശീയാടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന വഖഫ് കൗൺസിലിലേക്കും ദേശീയ കൗൺസിലിലേക്കും അംഗങ്ങളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥ, നിർബന്ധിതമായും നോൺ മുസ്ലിംസ്, മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട 4 പേർ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നുള്ള വ്യവസ്ഥ ഞാൻ ഒരു സംശയവും വേണ്ട അസന്നിഗ്ധമായി പറയുന്നു. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പോയാൽ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ആ പ്രശ്നം ഉന്നയിച്ചപ്പോൾ, ഞങ്ങൾ ആ പ്രശ്നം ഉന്നയിച്ചപ്പോ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞത്, അമിത്ഷാ നൽകിയ വിശദീകരണം അതിനേക്ക് സമയ ചുരുക്കമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. നേരത്തെ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഞാൻ കൂടി നേതൃത്വം നൽകേണ്ടത് ഞങ്ങളുടെ ഒരു സംസ്ഥാന മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതേ സമയം തന്നെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അമിത്ഷാ പറഞ്ഞത് എന്താണ്? അമിത്ഷാ പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്, അല്ലാഹുവിന് ഇനാമായി അല്ലെങ്കിൽ സമ്മാനമായി സമർപ്പിക്കുന്നത് അത് റിലീജിയസ് പർപ്പസ് ആണ്, റിലീജിയസ് പരിധിയിൽ മതപരമായ വിഷയമാണ്. പക്ഷെ ആ സ്വത്തുക്കളുടെ ഭരണനിർവഹണം നടത്തുന്നത് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലും മതപരമായ കാര്യമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡിസ്റ്റിങ്ഷനാണ്, ഒരു വിഭജനമാണ്. എന്താണ്? വഖഫ് മതപരമാണ്, പക്ഷേ വഖഫിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന ബോർഡ് മതപരമല്ല. എത്ര വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള വാദം, യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡും ദേവസ്വവും തമ്മിലുള്ള വ്യത്യാസം നിർവചിക്കാമോ? ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതപരവും ദേവസ്വം ബോർഡ് മതപരമല്ലാത്ത കാര്യമാണ് എന്ന് ഗവൺമെന്റിന് അഭിപ്രായം പറയാൻ കഴിയുമോ? കേന്ദ്രമന്ത്രിക്ക് പറയാൻ ഒരു അക്ഷരം വേണ്ടിയില്ല. ഞങ്ങൾ ചോദിച്ചതാണ്, 2 ഘട്ടത്തിലും ചോദിച്ചതാണ്. അവതരണ വേളയിലും ചർച്ചാ വേളയിലും ഞങ്ങൾ ചോദിച്ചതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോട്ടെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഹൈന്ദവ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഹൈന്ദവേതര വിഭാഗത്തിൽപ്പെട്ടവരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമായിട്ടുള്ള തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാനത് ഈ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു, മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻസൾട്ടാണ്. ഒരു സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അവൻ സ്വമേധയാ നൽകുന്ന വഖഫ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മതവിശ്വാസത്തിൽപ്പെട്ടവരല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത്
ഒരു സമുദായത്തിന്റെ വികാരത്തെ, ഒരു സമുദായത്തിന്റെ സ്വപ്നത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ലക്ഷ്യം വളരെ വ്യക്തമാണ്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, BJP ലക്ഷ്യം വെക്കുന്നത്, RSSന്റെ നേതൃത്വത്തിൽ സംഘ് പരിവാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കുക, നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ശാക്തീകരണത്തിനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ടാണ് 2024 കൊണ്ടുവന്ന് 2025 നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വഖഫ് ബോർഡിനെയും വിശ്വാസത്തെ പോലും അപ്രസക്തമാക്കുന്ന നിലയിലേക്കുള്ള ഈ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമനിർമ്മാണം ഇപ്പോൾ തന്നെ 16ഓളം ഹർജികൾ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ 16ഓളം ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു നിയമ ലംഘനം ഒരു സംശയപ്പെട്ട ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞത്, അമിത്ഷാ നൽകിയ വിശദീകരണം അതിനേക്കാൾ സമയ ചുരുക്കമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. നേരത്തെ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഞാൻ കൂടി നേതൃത്വം നൽകേണ്ടത് ഞങ്ങളുടെ ഒരു സംസ്ഥാന മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതേ സമയം തന്നെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അമിത്ഷാ പറഞ്ഞത് എന്താണ്? അമിത്ഷാ പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്, അല്ലാഹുവിന് ഇമാമായി അല്ലെങ്കിൽ സമ്മാനമായി സമർപ്പിക്കുന്നത് അത് റിലീജിയസ് പർപ്പസ് ആണ്, റിലീജിയസ് പരിധിയിൽ മതപരമായ വിഷയമാണ്. പക്ഷെ ആ സ്വത്തുക്കളുടെ ഭരണനിർവഹണം നടത്തുന്നത് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലും മതപരമായ കാര്യമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡിസ്റ്റിങ്ഷനാണ്, ഒരു വിഭജനമാണ്. എന്താണ്? വഖഫ് മതപരമാണ്, പക്ഷേ വഖഫിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന ബോർഡ് മതപരമല്ല. എത്ര വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള വാദം, യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡും ദേവസ്വവും തമ്മിലുള്ള വ്യത്യാസം നിർവചിക്കാമോ? ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതപരവും ദേവസ്വം ബോർഡ് മതപരമല്ലാത്ത കാര്യമാണ് എന്ന് ഗവൺമെന്റിന് അഭിപ്രായം പറയാൻ കഴിയുമോ? കേന്ദ്രമന്ത്രിക്ക് പറയാൻ ഒരു അക്ഷരം വേണ്ടിയില്ല. ഞങ്ങൾ ചോദിച്ചതാണ്, രണ്ട് ഘട്ടത്തിലും ചോദിച്ചതാണ്. അവതരണ വേളയിലും ചർച്ചാ വേളയിലും ഞങ്ങൾ ചോദിച്ചതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ, പോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഹൈന്ദവ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഹൈന്ദവേതര വിഭാഗത്തിൽപ്പെട്ടവരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമായിട്ടുള്ള തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാനത് ഈ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു, മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻസൾട്ടാണ്. ഒരു സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അവൻ സ്വമേധയാ നൽകുന്ന വഖഫ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മതവിശ്വാസത്തിൽപ്പെട്ടവരല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ വികാരത്തെ, ഒരു സമുദായത്തിന്റെ സ്വത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ലക്ഷ്യം വളരെ വ്യക്തമാണ്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, BJP ലക്ഷ്യം വെക്കുന്നത്, RSSന്റെ നേതൃത്വത്തിൽ സംഘ് പരിവാർ ലക്ഷ്യം വെക്കുന്നത്
നമ്മുടെ രാജ്യത്ത് മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്തുക, നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ശാക്തീകരണത്തിനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ടാണ് 2024 കൊണ്ടുവന്ന് 2025 നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വഖഫ് ബോർഡിനെയും വിശ്വാസത്തെ പോലും അപ്രസക്തമാക്കുന്ന നിലയിലേക്കുള്ള ഈ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമനിർമ്മാണം ഇപ്പോൾ തന്നെ 16ഓളം ഹർജികൾ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ 16ഓളം ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു നിയമ ലംഘനം ഒരു സംശയമുണ്ട്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണവും സ്പർദ്ധയും പകയും വിദ്വേഷവും മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കവും നടക്കുന്നു. ഗവൺമെന്റ് പറയണം, ഈ നിലവിലുള്ള വഖഫ് നിയമ ഭേദഗതിയിലൂടെ എങ്ങനെയാണ് മുനമ്പത്തെ ടെനൻസ് ആയിട്ടുള്ള അവിടെ താമസിക്കുന്ന 600-ലധികം വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് എന്നുകൂടി BJP വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വളരെ ബോധപൂർവമായി കേരളത്തിൽ ഒരു ഡിവിഷൻ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത വളർത്തിക്കൊണ്ടുവരാൻ, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് മാത്രമല്ല, നിങ്ങൾക്കറിയാം, വലിയ തോതിൽ ഒരു സമൂഹത്തിന്റെ പിന്തുണയാർജിച്ചു, ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയാർജിച്ചു. ബില്ല് പാസ്സായതിന്റെ തൊട്ടടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ വ്യക്തമായ ലേഖനം വന്നു. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത് സംഘടിത സഭയായിട്ടുള്ള കത്തോലിക്ക സഭയാണ്. ഞാനൊരു ലളിതമായ ചോദ്യം മാത്രം ചോദിക്കുന്നു. അത് ഏതേത് തരത്തിലുള്ള കൃത്യമായി ചുമ്മാതെയല്ല, ശാസ്ത്രീയമായ പഠനം നടത്തി എവിടെയെല്ലാം, ഏതെല്ലാം ജില്ലയിൽ, ഏതെല്ലാം സംസ്ഥാനത്ത്, താലൂക്കിൽ പള്ളി എത്ര, അതുമായി ബന്ധപ്പെട്ട സ്കൂൾ എത്ര, കോളേജ് എത്ര, മെഡിക്കൽ കോളേജ് എത്ര, ഇതെല്ലാം കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷത്തെ പഠനം നടത്തിയിട്ടാണ് കത്തോലിക്ക സഭയുടെ അധീനതയിൽ വരുന്ന ഭൂമി, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവർ കത്തോലിക്ക സഭയാണ് എന്ന് ഓർഗനൈസറിലെ മുഖപ്രസംഗം, മുഖലേഖനം വിവാദമായി കഴിഞ്ഞപ്പോൾ ആ ലേഖനം പിൻവലിച്ചു. ഞാനതുകൊണ്ട് ഈ അവസരത്തിൽ വിനയപുരസ്സരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു. വഖഫ് നിയമ ഭേദഗതി നിലവിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു, ഗസറ്റിൽ വന്നു. ഇനി എന്ന് മുതൽ ഇത് പ്രാവർത്തികമാകുമെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിച്ചാൽ അന്ന് മുതൽ പ്രാവർത്തികമായി വരും. രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതുപോലെ തന്നെ ഗസറ്റ് വിജ്ഞാപനവും വന്നു കഴിഞ്ഞു. ഇനി നിലവിൽ വരുന്ന തീയതി മാത്രം ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി. ഈ വഖഫ് നിയമ ഭേദഗതി നടപ്പിലായി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഒരു സംശയവും വേണ്ട, ക്രിസ്തീയ സമൂഹത്തിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടിയാണ്. ക്രൈസ്തവ ബോർഡ് ഉൾപ്പെടെ, ക്രിസ്ത്യൻ ബോർഡ് ഉൾപ്പെടെ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് മതേതര ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും, അത് കഴിഞ്ഞാൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ, അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ, അങ്ങനെ RSSന്റെ BJPയുടെ അജണ്ട വ്യക്തമായി നടപ്പാക്കാനുള്ള മാർഗത്തിന്റെ തുടക്കമാണ് ഇന്ന് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലയളവിൽ നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട്, വഖഫ് നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രാകൃതമായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി എഴുതി ചേർത്തുകൊണ്ട് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്തത്. ഞങ്ങൾ ആലോചിച്ചു, അവൈസി അടക്കമുള്ളവ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചു.
അവരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 3 കാര്യങ്ങളിൽ ഞങ്ങൾ ഡിവിഷൻ ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പറയുന്നു, 18ാം ലോക്സഭയുടെ 1 വർഷക്കാലത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. ഇന്ത്യൻ പാർലമെന്റിൽ 18ാം ലോക്സഭയുടെയും 17ാം ലോക്സഭയുടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിയമ ഭേദഗതിക്കെതിരായി 232 വോട്ട്. ചെറിയ കാര്യമാണോ? പിണങ്ങി നിന്നവർ, മാറി നിന്നവർ, ഒറ്റയ്ക്ക് നിന്നവർ, വിയോജിപ്പ് പ്രകടിപ്പിച്ചവർ, വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചവർ, പരസ്പരം കണ്ടാൽ കടിച്ചു കയറുന്നവർ, എന്റെ ഓപ്പോസിഷൻ മുഴുവൻ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഡിവിഷൻ ചോദിച്ചു. ഞാൻ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത്. എന്റെ ഒരു ഭേദഗതിയാണ്. 231 വോട്ട് കിട്ടി. ഒരാൾ അപ്പോൾ ടോയ്ലറ്റിൽ പോയത് കൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, പപ്പു യാദവിനെ. അത് കഴിഞ്ഞാൽ 232 ഏതാണ്ട് മുഴുവൻ വോട്ട് ഇസ്ലാമിക ബോർഡായിട്ടുള്ള വഖഫ് ബോർഡിൽ അംഗത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതി. ഈ ബിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നതിൽ അവതരണാനുമതി നൽകരുത് എന്ന് പറഞ്ഞ് വോട്ടിംഗ്, ഭേദഗതിയിന്മേൽ വോട്ടിംഗ്, ഒരു കാരണവശാലും പാസ്സാക്കാൻ പാടില്ല എന്ന നിലയിൽ വളരെ ശാസ്ത്രീയമായി കൂടിയാലോചിച്ച് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് 3 ഡിവിഷനുകളിൽ 3 ഡിവിഷനിലും 3 വോട്ടെടുപ്പിലും 232 പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ ഈ ബില്ലിനെതിരായിട്ടുള്ള നിയമ ഭേദഗതിക്കെതിരായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിന് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ഒരു സംശയവും വേണ്ട. സുപ്രീം കോടതി ഈ കേസ് ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ ഉന്നയിച്ച സാങ്കേതിക തടസ്സം ഉൾപ്പെടെ വളരെ രസകരമായി ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഞാൻ വിശദാംശം. ഇതിന്റെ കമ്മിറ്റി, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, എന്ത് അവകാശം? അവർ പുതിയ വ്യവസ്ഥകളാണ് എഴുതി ചേർത്തുകൊണ്ട് ബില്ലുമായി പാർലമെന്റിലേക്ക് വരുന്നത്. ചട്ടത്തിനും നിയമത്തിനും എതിരായി ആ വ്യവസ്ഥകളുമായി മുന്നോട്ട് വന്ന ബിൽ ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ്. ഒരു വലിയ നിയമയുദ്ധത്തിന്, ജനകീയ യുദ്ധത്തിനും നിയമയുദ്ധത്തിനും നാം തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് ഇത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വഖഫ് ഭരണഘടനാ വിരുദ്ധമായ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും ജനാധിപത്യ പാരമ്പര്യങ്ങളും അഭിലംഘിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനെ ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് മതേതര ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനതയും ഒറ്റക്കെട്ടായി ഈ പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഫെഡറേഷന്റെ നേതാക്കളെയും ഭാരവാഹികളെയും പ്രവർത്തകരെയും ജമാഅത്ത് ഭാരവാഹികൾ അടക്കമുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ജമാഅത്ത് ഭാരവാഹികൾ അടക്കമുള്ള നേതാക്കന്മാരെ മാത്രമാണ് ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. വലിയ ജനകീയ മാർച്ചുകൾ, പ്രതിഷേധം വരും ദിവസങ്ങളിൽ കേരളത്തിൽ വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ രാജ്ഭവൻ മാർച്ചിനോടനുബന്ധിച്ച് ചേരുന്ന ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.